അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ അല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. CP ജോൺ ഈ മന്ത്രിസഭയിൽ അംഗമാകുമ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ നിയോഗമാണ് മന്ത്രിപദത്തിൽ എന്നത് കൂടിയുണ്ട്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് ഒട്ടേറെ വലിയ ചരിത്രവും പാരമ്പര്യവും അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും നമുക്ക് കാണാം സേവന രംഗത്ത് എന്നുള്ളതാണ്. CMPയുടെ നേതാവായാണ് CP ജോൺ ഈ നിയമസഭയിൽ എത്തുന്നത്. ഏകാംഗമാണ്, ഒരേ ഒരു നിയമസഭാംഗമാണ്. അദ്ദേഹം സ്വാഭാവികമായും മന്ത്രിയാകുന്നു. ആ അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിന് മുഴുവൻ ടേം നൽകാം എന്ന് UDF തീരുമാനമാകുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ കയ്യൊപ്പ് ചാർത്തുന്നത് മന്ത്രി എന്ന നിലയ്ക്ക്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് തുടങ്ങുന്നത് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ SFIയുടെ നേതൃപദവിയിൽ നിന്നുകൊണ്ടാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി 1980 രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്തു വെച്ചതാണ് CP ജോൺ. SFIയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് വരെയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. 1983 86 MP രാഘവനൊപ്പം അദ്ദേഹം പാർട്ടി വിടുന്നു, CPM വിടുന്നു, പിന്നീട് CMP ആകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ CPM തന്നെ തുടർന്നിരുന്നുവെങ്കിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വരെയാകാനുള്ള യോഗ്യതയും രാഷ്ട്രീയ പാരമ്പര്യവും CP ജോണുണ്ട് എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ആദ്യമായി കേരളത്തിൽ മന്ത്രിയാകുന്നു എന്നുള്ളതാണ് ഈ മന്ത്രിസഭയിലെ മറ്റൊരു പ്രത്യേകത. I now invite Sri AP Anil Kumar, Minister Designate.